കഴിഞ്ഞ വീഡിയോയിൽ പല ദൈവസങ്കല്പങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ക്രിസ്തു മതത്തിലെ വിശ്വാസങ്ങളെയും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെയും അതിലെ യാഥാർത്ഥ്യങ്ങളെയുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തു മതം. ലോകമെമ്പാടും 2.4 ബില്യൺ ആളുകളാണ് ഈ മതത്തിൽ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനികളല്ലാതെ യേശുവിനെ വിശ്വസിക്കുന്നവരും ധാരാളമുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ നസ്രയനായ യേശുവിന്റെ ജനനവും ജീവിതവും പഠിപ്പിക്കലുകളും ശുശ്രൂഷയും മരണവും മരണാനന്തര ഉയർപ്പിനെയും ആസ്പദമാക്കി ഉടലെടുത്ത ഒരു മതമാണ് ക്രിസ്തുമതം. യേശുവിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ബെത്ലഹേമിൽ ഒരു പുൽത്തൊഴുത്തിൽ മേരി മാതാവിൽ നിന്നും ദേവപുത്രൻ ജന്മമെടുത്തു. മണ്ണിൽ നിന്നും ഉണ്ടായ ആദിമ മനുഷ്യരായ ആദാമിന്റെയും ഹവ്വയുടെയും പാപത്തിൽ ജനിച്ച മനുഷ്യരിൽ നിന്നല്ല യേശു പിറന്നത്. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിക്കുകയും യേശു ജനിക്കുകയുമാണ് ചെയ്തത്. ജോൺ 1:14 പറയുന്നത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. യോഹന്നാൻ സാക്ഷ്യം നൽകി പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. യേശു ആദ്യമേ ലോകാരംഭത്തിലെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വചനം കൂടിയാണിത്. ഏകദേശം 33 വർഷമാണ് യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ഒരു കുട്ടിയായും കൗമാരക്കാരനായും പിന്നീട് മുതിർന്ന വ്യക്തിയായും ശുശ്രൂഷ ചെയ്തും ജീവിച്ചു. മനുഷ്യരുടെ പാപ പരിഹാരത്തിനായി ജനിച്ചതിനാൽ യേശു ശരീരത്തിലെ നീരും വെള്ളവും രക്തവും ഭൂമിയിൽ പൂർണ്ണമായും ഒഴുക്കിയിട്ടാണ് മരിച്ചത്. ദൈവപുത്രനായതിനാൽ തന്നെ മരണാനന്തരം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും തുടർന്ന് സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. മനുഷ്യനെ സംരക്ഷിക്കുന്നതിനായി കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ നൽകിയിരുന്നു. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് യേശു ഭൂമിയിൽ ജനിച്ചത്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം തന്നെ മനുഷ്യരൂപം സ്വീകരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ 17:25-26 പറയുന്നത്, നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചതെന്നും അവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. അപ്പോൾ ദൈവത്തെ അറിയിക്കേണ്ടതിനാണ് യേശു ഭൂമിയിൽ ജനിച്ചതെന്ന് മനസ്സിലാക്കാം. എന്തെന്നാൽ ആദ്യം പല ജീവജാലങ്ങളെയും ഉണ്ടാക്കിയ ദൈവം പൂഴി കൊണ്ട് സ്വന്തം രൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവർക്ക് സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. എന്നാൽ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചു വിലക്കപ്പെട്ട പഴം കഴിച്ചു ശപിക്കപ്പെട്ടവരായി തീർന്നു. അടുത്ത തലമുറയിൽ വന്ന ഖായേൽ സഹോദരനായ ഹാബേലിനെ കൊല്ലുകയും ചെയ്തു. ദൈവം അറിഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോൾ ജനങ്ങൾ അവനെ കൊല്ലുമെന്ന് ഭയപ്പെട്ടു. എന്നാലും മനുഷ്യരുടെ തെറ്റുകൾക്കെല്ലാം ശിക്ഷ കൊടുക്കുമെങ്കിലും ദൈവം അവരോട് ക്ഷമിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നതായി ബൈബിളിൽ ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ദൈവം തന്റെ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്നേഹിച്ചു. എന്നാൽ സ്വതന്ത്രരായ ജനങ്ങൾ ദൈവത്തിൽ നിന്നകന്ന് മറ്റു പലതിനെയും ആരാധിക്കുവാൻ തുടങ്ങി. മാത്രമല്ല, മറ്റു പല രീതികളിലും ജീവിക്കുവാനും തുടങ്ങി. മറ്റു ദൈവങ്ങൾ എങ്ങനെ ഉണ്ടായി? മനുഷ്യരുടെ ജീവിതശൈലി എങ്ങനെ മാറി? ഇത് വ്യക്തമാക്കുന്ന ബൈബിൾ ഭാഗമാണ് ഉൽപ്പത്തി 6. മനുഷ്യൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എന്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ്, അവന്റെ ആയുസ് 120 വർഷമായിരിക്കും. ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ജനിച്ച മക്കൾ നെഫ്ലീം എന്നറിയപ്പെട്ടു. ബൈബിളിൽ വളരെ കുറച്ചു മാത്രമേ നെഫ്ലീമിനെ കുറിച്ച് പറയുന്നുള്ളൂ എങ്കിലും ഹാനോക്കിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടുന്നത്. നെഫ്ലീമിന്റെ അല്ലെങ്കിൽ ജെയിൻസിന്റെ സ്കെൽട്ടൻ കിട്ടുന്നതുവരെ ഇത് വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ പല തെളിവുകളും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇവർ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്.
ദൈവപുത്രന്മാർ അതായത് ദേവന്മാർ അതായത് ദൂതന്മാർ ഭൂമിയിൽ വന്നിരുന്നു എന്നും അവർ സ്ത്രീകളെ സുന്ദരികളാണെന്ന് കണ്ട് ചേരുകയും അവരിൽ ഭീമാകാരമായ മക്കൾ ഉണ്ടായെന്നും കരുതപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവർ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവായാണ് ഇപ്പോൾ കിട്ടുന്ന ഭീമാകാരമായ സ്കെൽട്ടൺ കാണുന്നത്. മാത്രമല്ല പല സ്കെൽട്ടന്റെയും ഘടനയിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഇതിനർത്ഥം മനുഷ്യ സ്ത്രീകളിൽ മാത്രമല്ല അവർ പലരിലും ചേരുകയും പലതരത്തിലുള്ള ജന്തുക്കൾ ഉണ്ടായെന്നും മനസ്സിലാക്കാവുന്നതാണ്. കരയിലും കടലിലുമുള്ള പല ജീവജാലങ്ങളുടെയും DNA കറക്ഷൻ ആയെന്ന രീതിയിലെ ചർച്ചകൾ ഏറെക്കാലമായി നടക്കുന്നു. എന്തു തന്നെയാണെങ്കിലും മനുഷ്യർ പല ഭീമാകാരമായ രൂപങ്ങളെയും അതായത് മനുഷ്യ ശരീരവും എന്നാൽ ശിരസ് മറ്റു പല മൃഗങ്ങളുടേതുമായ പല ദൈവസങ്കല്പങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. കഴുകൻ, കുതിര, കുറുക്കൻ, ആന, കൊരങ്ങൻ എന്തിനേറെ പറയുന്നു. മത്സ്യത്തിൽ പോലും ഈ രീതിയിൽ മാറ്റം വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി 6:7 കർത്താവ് പറയുന്നത്, കർത്താവ് അരുൾ ചെയ്തു, എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്തു നിന്നും ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഭൂമുഖത്തെ എല്ലാവരെയും നശിപ്പിക്കുന്ന പ്രളയം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നത് ഇതിനാൽ തന്നെയാണ്. എന്നാൽ 10ാം തലമുറക്കാരനായ നോഹയും കുടുംബവും മറ്റു മൃഗങ്ങളിലെ ഓരോ ജോഡികളും പ്രളയത്തെ അതിജീവിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരികൾ ഇവിടെ കമൻ്റായി ഇടാവുന്നതാണ്. ഇനിയും ആഴമേറിയ അറിവുകൾ നേടുന്നതിനും ചിന്തിപ്പിക്കുന്നതിനുമായി ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. അതിനാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നന്ദി.